അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു കൂട്ടിയ സകലമാന ദോഷങ്ങളെയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സയ്യിആത്തുകളെയും ഖത്തിആത്തുകളെയും മഅസിയാത്തുകളെയും അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് പൊരുത്തപ്പെട്ടു തരട്ടെ, അഫൂവ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലേ. അതിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹ് ഈ ലോകങ്ങൾ തന്നെ, ഈ അഫ്ലാക്കുകൾ, ഈ ഗോളങ്ങൾ തന്നെ പടക്കാൻ കാരണക്കാരനായിട്ടുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളത്, അവിടുത്തെ ആ ഒരു യഥാർത്ഥ ഉമ്മത്തിങ്ങളിൽ നമ്മളെയും എന്താ പറയുക സെലക്ട് ചെയ്തു എന്നുള്ളത് പടച്ചോൻ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ. അൽഹംദുലില്ലാ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സ്ഥാനമാനങ്ങൾ, ആ ഹബീബിനുള്ള അള്ളാഹിൻ്റെ അടുക്കലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണല്ലേ. അള്ളാഹു അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തിങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, നമ്മിലേക്ക് അവിടുത്തെ പുണ്യജന്മത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യമാസമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. പുണ്യ റബീഉൽ അവ്വലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് സഫർ മാസമാണ്. സഫർ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് റബീഉൽ അവ്വൽ മാസം അല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. എന്താണെങ്കിലും ഈ ഒരു പുണ്യ റബീഉൽ അവ്വലിൽ നമ്മൾ അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. നമുക്ക് കഴിയുന്നത്ര സ്വലാത്തുകൾ നമ്മൾ ഗിഫ്റ്റായിട്ട് ആ ഹബീബിന് നമ്മൾ സമ്മാനിക്കണം. നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഹബീബല്ലേ. അവിടുത്തെ ഫിറാഖിൻ്റെ സമയത്ത് പോലും, അവിടുത്തെ അവസാന സമയത്ത് പോലും ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം, എൻ്റെ ഉമ്മത്ത് എങ്ങനെയായിരിക്കും, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ട് അവിടുന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. അത്രക്കും നമ്മളെ സ്നേഹിച്ച, അത്രക്കും നമ്മളെ ഇഷ്ടം വെച്ച, അത്രക്കും നമ്മളെ മഹബത്ത് വെച്ച ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയുന്നത്ര സ്വലാത്തുകളെങ്കിലും ചൊല്ലി നമ്മൾ ഹദിയ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്, പുണ്യ റബീ ആണ് വരുന്നത്, കഴിയുന്ന ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത്രയും സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി ഉണ്ടാക്കുക. സ്വലാത്ത് ചൊല്ലാൻ വലിയ സമയമൊന്നുമില്ലല്ലോ. ശുദ്ധിയിലും ചൊല്ല, അശുദ്ധിയിലും ചൊല്ല, ഹൈലുള്ള സ്ത്രീക്കും ചൊല്ല, അല്ലെങ്കിൽ നിഫാസുള്ള സ്ത്രീക്കും ഒക്കെ ഇത് ചൊല്ല. ഇനി ഉദു ഇല്ലാത്തവർക്കും ഒക്കെ എന്ത് ചെയ്യുക, വലിയ അശുദ്ധിക്കാർക്കും ചെറിയ അശുദ്ധിക്കാർക്കും ഒക്കെ ഈ ഒരു സ്വലാത്ത് ചൊല്ല എന്നുള്ളതാണ് സ്വലാത്തിൻ്റെ ഹൈലൈറ്റ്. സ്വലാത്തിന് ഒരേ ഒരു സിഫത്തുള്ളൂ, കബൂലിയത്ത് എന്നുള്ള സിഫത്ത് മാത്രം. സ്വലാത്ത് എങ്ങനെ എപ്പോൾ എവിടുന്ന് ചൊല്ലിയാലും അത് പടച്ചോൻ സ്വീകരിക്കും. മനസ്സിലായില്ല? അതിൻ്റെ പൂർണ്ണ ഫലം, അതിൻ്റെ പൂർണ്ണ കൂലിയും പടച്ചോൻ കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്യുക, ഡെയിലി ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലും, ഇത്ര ലക്ഷം സ്വലാത്ത് അല്ലെങ്കിൽ ഇത്ര 1000 സ്വലാത്തുകൾ ഞാൻ ഈ ഒരു പുണ്യ റബീഉൽ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയ ചെയ്യും, എൻ്റെ സമ്മാനമായിട്ട്, എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കുമെന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് സ്വലാത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ ചൊല്ലി തുടങ്ങുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് ഗുണങ്ങളാണ്, ഫലങ്ങളാണ്. അതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരു ചാനലിൽ തന്നെ വെറും സ്വലാത്തുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്യുന്നത്. അസ്വലാത്ത് മീഡിയ, ചില ആളുകൾക്കൊക്കെ അറിയുണ്ടാവും, അത് നമ്മുടെ മറ്റൊരു ചാനലാണ്. അതിൽ നമ്മൾ വെറും സ്വലാത്തുമായി ബന്ധപ്പെട്ട സ്വലാത്തിൻ്റെ ഫലങ്ങൾ, വ്യത്യസ്ത സ്വലാത്തുകൾ, സ്വലാത്തിൻ്റെ അനുഭവങ്ങൾ, ഗുണങ്ങൾ, വ്യത്യസ്ത സ്വലാത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വലാത്തിൻ്റെ ഫലമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് അറിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ അസ്വലാത്ത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അസ്വലാത്ത് മീഡിയ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വലാത്തിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ ഒരിക്കലും നമുക്ക് എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇത്ര ആലോചിച്ചാൽ മതി. അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലോകങ്ങൾ തന്നെ പടക്കാൻ കാരണക്കാരനായിട്ടുള്ള ഓൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള അമലല്ലേ. അപ്പോൾ ഓന് കൊടുക്കുന്ന ഫലം എത്രയായിരിക്കും? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഒരു നിലക്കും നമുക്ക് ആലോചിച്ചാൽ പോലും ഉത്തരം കിട്ടൂല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ഈമാനുള്ളവർക്ക് അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. ആ ഈമാൻ, ആ ഒരു മുഅ്മിനീങ്ങളിൽ പടച്ചോൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.